بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين. നമ്മൾ قاول تقول تزين سائر اسود أبي الله അവകളിൽ നിന്നുള്ള എഴുത്തല്ലു എഴുത്തിലാലാക്കപ്പെടുന്നവകളും നമ്മളതിൽ നിന്ന് സർഫാക്കി എടുക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. വസുമുൽ ഫാഇലി മിനസ് സുലാസിയിൽ മുജറദ്, ഈ സുലാസി മുജറദിൽ നിന്നുള്ള ഇസ്മുൽ ഫാഇലിന്റെ സെക്ഷൻ വേറെ ആയതുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ മാളി പറഞ്ഞു, മുസ്തഖ്ബിലും പറഞ്ഞു, പിന്നെ സുലാസി മസ്ജിദിലേക്ക് ഒരു ചാട്ടം ചാടിയാണ്. മനസ്സിലായോ? എന്നാ പിന്നെ നമ്മൾ പറഞ്ഞു നോക്കുക. വസ്മുൽ ഫാഇലി മിനസ് സുലാസിയിൽ മുജറദ്, സുലാസി മുജറദിൽ നിന്നുള്ള ഇസ്മുൽ ഫാഇലാകുന്നത് യുഅ്തല്ലു ഐനുഹു ബിൽ ഹംസത്ത്, അതിനുള്ള ഐൻ ഫീല് ഹംസ കൊണ്ട് ഇല്ലത്താക്കപ്പെടും, അസ്ല് പറയപ്പെടും. അത് വാവി ആയാലും യാഇ ആയാലും എന്ന്. ബയഅ ബാഅ സവന സാവിനുൻ ബായിഉൻ, ഇസ്മു ഫാഇലിൽ സായിദയായ അലിഫിന് ശേഷം ഹംസ വന്നതിനാൽ, വാവ് വന്നതിനാൽ അല്ലെങ്കിൽ യാ വന്നതിനാൽ അവ രണ്ടിനെയും മറിച്ച് എന്ത് ചെയ്ത് ഹംസയാക്കി എന്ന് ചില ആൾക്കാർ പറഞ്ഞു. അതല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആയിക്കോട്ടെ, രണ്ടിനെയും മറിച്ച് അലിഫാക്കി. അപ്പൊ സോ എന്ന ബാ എന്ന രണ്ടലിഫുകൾ ഇൽത്തിഖാസാക്കിനായതിനാൽ രണ്ടാലൊന്നിനെ കളയണമായിരുന്നു, അല്ലെങ്കിൽ മറിഞ്ഞു വന്നതിനെ കളയണമായിരുന്നു. അതിനെ പിന്നെ കളഞ്ഞാൽ മാളിയാ ഫീലുമായിക്കൊണ്ട് തിരിച്ചറിയാതെ വരും. അങ്ങനെ തിരിച്ചറിയായ്മ വരാതിരിക്കാൻ എന്ത് ചെയ്തു, ആ രണ്ടാമത്തെ ആ വാവിയാവും അലിഫായിട്ട് മറിച്ച ആ അലിഫിനെ ഹംസയാക്കി എന്ന് പറഞ്ഞവരുമുണ്ട്. ഹംസയാക്കാൻ വേറെ അക്ഷരങ്ങളും പറ്റും. അലിഫ് ഹംസയായിട്ട് വലിയ ബന്ധമാണല്ലോ. എന്താ അലിഫും ഹംസയായിക്കൊണ്ട് വലിയ ബന്ധമാണല്ലോ. അലിഫിന് 10 ഇടുമ്പോ ആന്ന വായിക്കാം, 10 വരുമ്പോ ഹംസാന്ന് പിന്നെ പറയാം. അങ്ങനല്ലേ? പിന്നെ അവിടെ എഴുത്തിന്റെ കോലം സ്വാവിനുൻ ബായിഉൻ, ലായിന്റെ കോലത്തിൽ എഴുതുക. പിന്നെന്താ സ്വാഇനുൻ. പിന്നെ ഇനി അത് കഴിഞ്ഞു. ഇനി അവിടെ വന്നിട്ട് പിന്നെ ഇസ്മു ഫാഇൽ തന്നെ സുലാസി മസീദ് കൂടെ അങ്ങ് പറയുമ്പോൾ രസമുണ്ടാവും. വൽ മസീദു ഫീഹി, അതിലുള്ള മസീദ് സുലാസി മസീദും ഇസ്മു ഫാഇലും ഇസ്മു മഫ്ഊലും. ഇസ്മു ഫാഇൽ വരുമ്പോൾ എന്താക്കണം? ഇസ്മു മഫ്ഊൽ വരുമ്പോൾ എന്താക്കണം? യുഅ്തല്ലു, അവിടെ ഇല്ലത്താക്കപ്പെടും. ബിമാ ഉഅ്തില്ല ബിഹിൽ മുദാരി, മുദാരിഇന് ഏതുകൊണ്ട് ഇല്ലത്താക്കപ്പെട്ടു? ആവുന്നതുകൊണ്ട് ഇല്ലത്താക്കപ്പെടും. കമുജീബിൻ കമുസ്തഖീമിൻ. യുജീബു അസ്ലു യുജീബു എന്ന് പറഞ്ഞില്ലേ? ഇസ്തഖാമ യസ്തഖീമു അസ്ലു യസ്തഖ്വിമു എന്ന് പറഞ്ഞില്ലേ അവിടെ? അതേപോലെ ഇവിടെ മുജീബുൻ മുജീബുൻ, മുസ്തഖീമുൻ മുസ്തഖ്വിമുൻ, മുജീബുൻ മുജിബിബുൻ. മുൻഖാദുൻ മുഖ്താറുൻ, മുൻഖാദുൻ മുൻഖബിദുൻ, മുഖ്താറുൻ മുഖ്തയ്യിറുൻ. ഇസ്മു ഫാഇലാകുമ്പോൾ മനസ്സിലായോ? മുൻഖാദും മുഖ്താറും ഒരേപോലെ വരാമെന്ന് പിന്നെ പറയുമായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ഇസ്മുൽ മഫ്ഊൽ മിനസ് സുലാസിയിൽ മുജറദി, സുലാസി മുജറദ് എന്നുള്ള ഇസ്മു മഫ്ഊൽ യുഅ്തല്ലു. ഇസ്മു ഫാഇൽ കഴിഞ്ഞാൽ ഇസ്മു ഫാഇലിന്റെ സുലാസി മസീദും സുലാസി മുജറദും കഴിഞ്ഞാൽ സുലാസി മുജറദിന്റെ ഇസ്മു മഫ്ഊലിലേക്ക് പോകട്ടെ. മനസ്സിലായില്ലേ?
അപ്പം മുജീബുൻ അസുലും മുജീബുൻ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കാൻ ഇവിടെ പറഞ്ഞോ. മുസ്തഖിമിലും മുസ്തഖിമിൻ എന്ന് പറഞ്ഞോ. മുൻഖാദുൻ മുൻഖബിദൻ എന്ന് പറഞ്ഞോ. മുഖ്താറുൻ മുഖ്തൈറുൻ എന്ന് പറഞ്ഞോ. ഈ സുലാത്തി മുജറദ് എന്നുള്ള മസൂനും അസുലു മസൂനും മബിയുൻ അസുലു മബിയൂൻ അസുല് നോക്കണം. ബസില് നോക്കുമ്പോഴാണ് അസുലെടുക്കാൻ വരിക നമുക്ക്. മുൻഖാദുന് മുൻഫാലുൻ എന്ന് പറഞ്ഞൊരു വസനില്ലല്ലോ. മുൻഫാലുൻ എന്നല്ലാതെ മുൻഫാലുൻ എന്നൊരു വസനില്ല. അപ്പൊ അതുകൊണ്ട് ഈ വസന് എടുക്കുമ്പോഴാണ് ഈ അസുല് പറയേണ്ടി വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. മസൂലുൻ മഫൂലുൻ എന്നൊരു വസനില്ല, മഫൂലുൻ എന്ന വസനേ ഉള്ളൂ. അപ്പൊ എന്താ യുഴ്ത്തല്ലു ബിൽ നഖ്ലി ബിൽ അദ്ബി, അവിടെ നഖ്ല് വേണം, കളയലും വേണം. വാവിന്റെ അറക്കത്തിന് നഖൽ ചെയ്ത് മാഖബലായ സ്വാദിന്റെ അറക്കത്തിന് മസൂലുൻ അസുലു മസുബൂനുൻ നഖൽ ചെയ്തു കൊടുത്തു. വാവും ഇൽത്തിഖാസാക്കിനാൽ സുമഫൂന്റെ വാവിനെ കളഞ്ഞെന്ന് ചിലര് പറയും. ലാങ്കലിമയായ വാവിനെ അല്ല അയിൻ കലിമയായ വാവിനെ കളഞ്ഞെന്ന് ചിലര് പറയും. അപ്പൊ രണ്ടസുലോട് എഴുതേണ്ടി വരും. മബിയുൻ അസുലു മബിയൂൻ വൽ മഅദൂഹു വാവുൽ മഫൂലി ഇൻദ സിബവൈഹി വഅയിനുൽ ഫൈലി ഇൻദ ബിൽ അസുൽ അഖ്ബസി. ബനു തമീംകാർ പറയും നിങ്ങൾക്ക് വരെ ജോലിയില്ല, നമുക്ക് വരെ പണിയുണ്ട്, നിങ്ങൾക്ക് ഈ അസുലൊക്കെ പറഞ്ഞ് കുത്തിയിരിക്കാൻ സമയമില്ല, മബിയൂൻ മസുബൂൻ എന്നൊക്കെ പറഞ്ഞു പോകണം, നിങ്ങൾക്ക് വരെ പണിയില്ല എന്നാണ് ബനു തമീംകാർ പറയുന്നത്. അവർ നല്ല ആൾക്കാരാണ്, കമ്പ്യൂട്ടർ യുഗത്തിലുള്ളവരാണ് അവർ. അവൻ മബിയുൻ അസുലു മബിയൂൻ യാറുബായി പറക്കുന്നുണ്ട് കവീന ഞാൻ്റെ ഇറക്കത്തിനൊക്കെ മാക്കബലായ ബാവിന് കൊടുത്തു. പിന്നെ വാവും സാക്കിനായതിനാല് ശീബവഹി ഇമാമിന്റെ അടുക്കൽ എന്ത് ചെയ്തു? മഫൂലിന്റെ വാവിനെ കളഞ്ഞു. മസൂനായി. മറ്റേ ഇമാമിന്റെ അടുക്കൽ അഖർസി ഇമാമിന്റെ അടുക്കലോ അയിൻ ഫീലാവിനെ കളഞ്ഞു, എപ്പോഴും മസൂനായി. ഇനി മബിയുൻ അസുലു മബിയൂൻ എന്ന് വരും. മബിയൂൻ എന്ന് പറയുമ്പോൾ എന്താവും? യാന്റെ ഇറക്കത്തിൽ നക്കൽ ചെയ്ത മാക്കബല ബാവിനോട്. പിന്നെ അവിടെ യാവും വാവും ഇൽത്തിഖാസാക്കുന്നതിനാൽ അഖ്ബസി ഇമാമിന്റെ അടുക്കൽ വാവിനെ അല്ല അഖ്ബസി ഇമാമിന്റെ അടുക്കൽ അബുൽ ഹസൻ അഖ്ബസി ഇമാമിന്റെ അടുക്കൽ അയിൻഫീനെ കളയും. അയിൻഫീനെ കളഞ്ഞ യാ ആയില്ല. യാഗം കളഞ്ഞ പിന്നെ മബൂഉൻ എന്നായി. മബൂഉൻ എന്ന്. പിന്നെന്ത് ചെയ്തു? അഖ്ബസി ഇമാമിന്റെ അടുക്കൽ വളരെ വിഷയമാണ്. അഖ്ബസി ഇമാമിന്റെ അടുക്കൽ നുക്കുലത്തിൽ അമ്മത്തില്ല മാഖബല വദിഫൽ യാവു. പിന്നെ നമ്മത്തിനെ കസറത്തായിട്ട് മറിക്കണം. ഭയങ്കര ജോലിപ്പാടായി. അഖ്ബസി ഇമാം നമുക്ക് തന്നെ ഭയങ്കര ജോലിയാണ്. നമ്മത്തിനെ കസറായിട്ട് മറിക്കണം. എന്തിനെ കസറായിട്ട് മറിക്കുന്നത്? വാവ് ഫെയിലിയാണോ യായാണെന്ന് അറിയണേ. മനസ്സിലായി? നമ്മത്തിനെ കസറായിട്ട് മറിക്കുമ്പോൾ കസറ. അപ്പം മബിയാണ്. അപ്പം മബി എന്നായി. പിന്നെ വാവ് സാക്കിനും വാവിന്റെ മാക്കോലും മക്കസൂറായതിനെ വാവിനെ മറിച്ചുണ്ടാക്കി യാ ആക്കി എന്ന് പറയേണ്ടി വരും. ഇമാമ നല്ല ഇമാമ, കൂടുതൽ കുട്ടികൾ ഓതി പഠിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. മനസ്സിലായേ? മറ്റേ ഇമാമിന്റെ അടുക്കലൊന്നും വിഷയമൊന്നും വരത്തില്ല. മഫൂലിന്റെ വാവിനെ കളഞ്ഞാൽ മതിയല്ല. അപ്പൊ അങ്ങനെയാണ് അതിന്റെ വിഷയം. അപ്പൊ ഏതായാലും നല്ലോണം പഠിച്ചൊക്കെ വരണം ഇൻഷാ അല്ലാഹ്. യഖൂലൂന മബിയൂൻ. ഇനി നമ്മൾ അതിന്റെ ഇസ്മു മഫ്ഊല് സുലാത്തി മസ്ജിദിന്റെ ഇസ്മു മഫ്ഊലിനെ പറയണം. പിന്നെ മുജാബ് പറയും, മുജുവബുൻ പറയും, മുസ്തഖാമൻ പറയുമ്പോൾ മുസ്തഖ്വമൻ പറയും. വമിന സുലാത്തിൽ മസ്ജിദ് ഫീ യുഅ്തല്ലു ബിൻ നഖൽ വബിൽ ഖൽബ്. ഖൽബും നഖലും ഉണ്ടാകും. ഇനി യുഅ്തല്ല ഫീലുഹു. ഫീലിനെ ഇല്ലത്താക്കപ്പെടുന്നതല്ലേ പറയേണ്ടേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യം പറയണ്ട. അത് നേരത്തെ പറഞ്ഞതെന്ന് കിട്ടും. പിന്നെ നമ്മളല്ലേ ഓതുന്നത് ഓതി പഠിക്കുന്നത്. അപ്പൊ കുറെ മറവി ഉണ്ടാവുന്ന സാരി മുസ്ലിം വിചാരിച്ചുണ്ടാവും. മുജാബുൻ അസ്ലുഹു മുജാബുൻ. മുജാബിൻ എന്ന് വായിച്ചിട്ട് ഇനി അസ്ലു നോക്കുമ്പോ അത് കാഫ് വന്നിട്ട് മുജാബിൻ എന്ന് വായിച്ചാണ്. മുജാബുൻ എന്ന് വായിക്കണം. മുജാബിൻ മുസ്തഖാമിൻ മുൻഖാദിൻ മുഖ്താരി. മുജാബിൻ എന്നല്ല. പിന്നെയോ ഇനി പറയാം മുജാബിൻ എന്ന് വായിച്ചപ്പോൾ കാഫ് കൊടുത്തപ്പോഴാണ് മുജാബിൻ എന്ന് വായിച്ചത്. അല്ലെങ്കിലോ മുജാബുൻ എന്ന് വായിക്കും.
അപ്പൊ ഇനി മുജാബുൻ അസ്ലുഹു മുജുവബുൻ വാമുത്താലിഖ് മാക്കബല് സഹിദാക്ക് ഇറക്കുന്നതിനെ കുറിച്ച് മാക്കബലായ ജീമിന് കൊടുത്തു. വാവബൽ മുത്തഹരിക്കും ഇപ്പൊ സഹിദാക്കിനെ വാവിനർത്ത് എന്താക്കി അലിഫാക്കി എന്ന് പറയണം. മുസ്തഖാമുൻ അതേപോലെ തന്നെ മുങ്കബദുൻ മുഖ്താറുൻ രണ്ടിലും മുഖ്താറും മുങ്കാദും മുങ്കാദനാണ്. ഫായിലും അങ്ങനെയാണ്. അസ്ല് പറയുമ്പോഴാണ് വേർതിരിഞ്ഞു വരിക. മുഖ്തയ്യിറുൻ വരും, മുഖ്തയറുൻ വരും, മുഖ്തയ്യിറുൻ വരും, പിന്നെ മുങ്കാബിദുൻ വരും, മുങ്കബദുൻ വരും. അൽഹംദുലില്ലാഹ്.